CS സുജാത CPIM കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. CS സുജാതയെ അധിക്ഷേപിച്ചും ജി ഭുവനേശ്വരന്റെ മരണത്തിൽ SFIക്കെതിരെ ആരോപണം ഉന്നയിച്ചും അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPIM മുൻ നേതാവുമായി ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് വാർത്ത. സുജാത നായന്മാരുടെ വീടുകൾ കയറി ഇറങ്ങുകയാണെന്നും നാണവും മാനവും വേണ്ടേ എന്നുമാണ് ജി സുധാകരന്റെ ചോദ്യം. ആ ചോദ്യം നമ്മൾക്ക് കേട്ടിട്ട് റിപ്പോർട്ടറിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം ജി സുധാകരൻ പറഞ്ഞത് കേൾക്കാം. സുജാതയുടെ വീട്ടിലാണ്. അവിടെ സുജാതയുടെ നായന്മാരുടെ വീട്ടിൽ മാത്രമേ കയറൂല. നായന്മാരുടെ വീടുകൾ കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് ധാരണ. മനസ്സിലായില്ല? നാണമില്ല സുജാതയ്ക്ക്. നാണോ മാനോ വേണ്ടേ? ഇവിടെ അമ്പലപ്പുഴയിലെ ചാർജുകാരിയാണ് അത്ര. മനസ്സിലായില്ല? അവരോട് എന്താ മല പറിക്കുവാനിവിടെ അവരാർക്കും പരിചയമുണ്ടാവും. ഒപ്പം അദ്ദേഹം തന്റെ സ്വന്തം സഹോദരന്റെ മരണത്തിന് കാരണം SFI ക്രിമിനലുകളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിർബന്ധിച്ച് ഭുവനേശ്വരനെ കോളേജിലേക്ക് വിട്ടത് CPIM-കാരാണ്, സ്വയം കൊല്ലപ്പെട്ടതല്ല, സാഹചര്യം സൃഷ്ടിച്ചത് SFI-കാരാണ് എന്നുകൂടിയുള്ള ആരോപണം ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നു. അതുകൂടി കേൾക്കാം. കോളേജ് കലാപകലുഷിതമായപ്പോൾ കോളേജ് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതാണ്. ആ കോളേജിലോട്ട് പോയത് ഇവനെ ആരോ സുഹൃത്തുക്കൾ പറഞ്ഞു പോയി. പാർട്ടി പ്രസിഡന്റാണ് PK കുമാരൻ, മുൻ MLA, അതുപോലെ ആചാര്യ സാർ വേഗം കോളേജിൽ പറഞ്ഞു. അവരാണ് പറഞ്ഞയച്ചത്. ക്ലാസ്സിൽ പോയി ഇരിക്കുകയാണ് രാവിലെ. അപ്പൊ സംഘർഷം ഉണ്ടായിരുന്നു. SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആരോ വന്ന് വിളിച്ചവൻ ഇറങ്ങിപ്പോയി മോളത്തെ നേടി പ്രിൻസിപ്പലിന്റെ മുറി നടത്തി വന്നപ്പോൾ ആരോ സൈക്കിൾ ചങ്ങലം പിടിച്ചു. അപ്പൊ കണ്ടുപൊത്തിക്കൊണ്ടങ്ങ് പോയി മാത്തമാറ്റിക്സ് അധ്യാപകനോടെ പോയിരിക്കുകയാണ്. അപ്പൊ അക്രമികളായ SFIക്കാർ ഓടി അവന്റെ മുറി പോയി കയറി. പുറകെ അടികൊണ്ട കേസുകാർ വന്നു. ഇവരെന്ത് ചെയ്തു? പോലീസുകാരനെ അവിടെ കളഞ്ഞിട്ട് ജനോട് തുറന്ന് പൈപ്പ് വഴി താഴോട്ട് അവർ രക്ഷപ്പെട്ടത്. ആര്? ഈ SFIക്കാർ വന്നവരെവനെയാണ് കാണുന്നത്. ആ നിമിഷത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. ഇവർ ഓടി അവന്റെ മുറിയിൽ കയറിയില്ലെങ്കിൽ ഈ സംഭവം നടക്കില്ല. നിർബന്ധിച്ചവനെ കോളേജിലോട്ട് പറഞ്ഞയച്ചത് 12 CPM നേതാക്കന്മാരാണ്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീനാഥ്, നമ്മൾ ഇതുവരെ കേൾക്കാത്ത തരത്തിലേക്കൊരു വ്യാഖ്യാനം ജി ഭുവനേശ്വരന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ നൽകുകയാണ്. SFIക്കാരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പോയി എന്ന് കരുതി ഈ തരത്തിലേക്കൊരു വ്യാഖ്യാനം അദ്ദേഹം ചമയ്ക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഒപ്പം തന്നെ CS സുജാതയെ അപമാനിക്കുന്നു. വിവരങ്ങൾ. ജി സുധാകരന്റെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തിലൊക്കെ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ സഹോദരന്റെ കൊലപാതകത്തിന് കാരണമായവരോടൊപ്പം അദ്ദേഹം ചേർന്നു എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ആലപ്പുഴയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ അദ്ദേഹം ഇങ്ങനെയൊരു വാദം, ഇങ്ങനെയൊരു ന്യായീകരണം അദ്ദേഹം ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ആ ദിവസം അന്ന് കോളേജിൽ NSS കോളേജിൽ 1976 അന്ന് പ്രത്യേക സാഹചര്യമായിരുന്നു, സംഘർഷങ്ങളുടെ ഒരു സമയമായിരുന്നു. അന്ന് കോളേജിലേക്ക് പോകണ്ട എന്ന് താൻ സഹോദരനോട് പറഞ്ഞിരുന്നു. പക്ഷേ CPIM നേതാക്കൾ, പന്തളത്തെ ചില നേതാക്കളുടെ പേരെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്. നേതാക്കളാണ് നിർബന്ധിച്ച് അദ്ദേഹത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് നേരിട്ട് അതിൽ ഇടപെടാതെ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഈ അക്രമികളായ SFIക്കാർ, അദ്ദേഹം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്, അക്രമികളായ SFIക്കാർ ഓടിക്കയറി അവർക്ക് പിന്നാലെ എത്തിയ KSUക്കാർ അവിടേക്ക് എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് SFIക്കാർ രക്ഷപ്പെട്ടു പോയപ്പോൾ ഇദ്ദേഹം അവിടെ പെട്ടുപോവുകയായിരുന്നു. യഥാർത്ഥത്തിൽ SFIക്കാരാണ് ഇങ്ങനെ ഒരു അക്രമം അദ്ദേഹത്തിന് നേർക്ക് എത്തിച്ചു നൽകിയത്, അദ്ദേഹത്തെ ഇങ്ങനൊരു ആപത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന ന്യായീകരണമാണ് ഇപ്പോൾ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന വാദങ്ങളോട് മറുവാദങ്ങളും സ്വാഭാവികമായും ഉയരുകയും ചെയ്യും. ഏതായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി അദ്ദേഹം സഖ്യം ചേർന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് അദ്ദേഹം നേരിടുന്ന ഒരു വലിയ വിമർശനം, അതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹം പുതിയ ചില വാദങ്ങൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ചു എന്നത് വേണം മനസ്സിലാക്കാൻ. ഒപ്പം തന്നെ CS സുജാത കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയ മുതിർന്ന നേതാവാണ്. അമ്പലപ്പുഴയുടെ ചാർജ് ചുമതല അവർക്കുണ്ട്. അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക കൂടി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി അദ്ദേഹം ചെയ്യുന്നു. CS സുജാത നായന്മാരുടെ വീടുകളിൽ കയറി ഇറങ്ങുകയാണ്. അവരങ്ങ് കയറി ചെന്നാൽ വോട്ട് കിട്ടുമോ എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇവർക്ക് ചാർജ് ഉണ്ട്, എന്നാൽ അതിനുള്ള ഒരു കഴിവ് അവർക്കില്ല എന്ന വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നു. മാത്രമല്ല അമ്പലപ്പുഴക്കാരിയല്ല, അവർ കായംകുളത്ത് നിന്ന് വന്നതാണ്, അവർക്ക് എങ്ങനെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് അടക്കമുള്ള ചില വാദങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ, ചില പ്രതിരോധം, പുതിയ വാദങ്ങൾ ഉയർത്തിയ തനിക്കെതിരെ ഉയർന്നു വന്ന ചോദ്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായത്. അനുജ.
ശ്രീനാഥ്, പക്ഷേ ഇത് പ്രതിരോധിക്കുക എന്ന് പറയുമ്പോൾ പോലും ഇവിടെ ഈ കൊലപാതകത്തിന് കാരണം ആര് എന്നുള്ളതിലേക്കാണ് അദ്ദേഹം പോകുന്നത്. SFI ക്രിമിനലുകളാണ് ഇതിന് കാരണമെന്ന് പറയുന്നു. കോളേജിലേക്ക് പറഞ്ഞു വിട്ടത് CPIM-കാരാണ്, സാഹചര്യം സൃഷ്ടിച്ചത് SFI-കാരാണ് എന്ന് പറയുമ്പോഴും കൊലപാതകികൾ ആര് എന്നതിലേക്ക് അദ്ദേഹം വരുന്നില്ലല്ലോ. തീർച്ചയായും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തരത്തിലുള്ള ഒരു ന്യായത്തിനാണ് ജി സുധാകരൻ മുതിരുന്നത്. ഈ കൊലപാതകം നടത്തിയത് ആര് എന്ന ചോദ്യത്തിൽ അദ്ദേഹം ഒരു പുതിയ നിലപാടൊന്നും സ്വീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കിയതാണ് ഗുരുതരമായ പ്രശ്നം എന്ന തരത്തിലുള്ള ഒരു വാദമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നത്. രക്തസാക്ഷികൾ ഉണ്ടാവുന്നത് അത്ര വലിയ ഒരു കാര്യമല്ല. അതായത് അത് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ല. ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് രക്തസാക്ഷികൾ ഉണ്ടാകും. CPM-ൽ അത് ഉണ്ടാവാറൊക്കെ ഉണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള വീട്ടിൽ രക്തസാക്ഷികളുണ്ടോ എന്ന ചോദ്യമൊക്കെ ആ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. രക്തസാക്ഷികൾ ഈ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗവും പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും ഒക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേസമയം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ SFI-ക്കാർ അന്ന് ആ മുറിയിലേക്ക് ഓടിക്കയറി ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവുമായിരുന്നില്ല എന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഇപ്പോൾ ജി സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടാവും. അതായത് കൊലപാതകം നടത്തിയത് ആര് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആര് എന്ന മറു ചോദ്യമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.